സാർ കഴിഞ്ഞ ദിവസം ആ ഈ മുഖ്യമന്ത്രിയുടെ മകനെ ആ ലാവ്ലിൻ വിളിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ആ മുഖ്യമന്ത്രി പറഞ്ഞത് എന്റെ മകന് അങ്ങനെ ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല, ആ എന്റെ മകനെ തേടി ക്ലിഫ് ഹൗസിൽ ആരും വന്നിട്ടില്ല, അങ്ങനെ ഒരു ആ നോട്ടീസ് എനിക്ക് കിട്ടിയിട്ടില്ല, എന്റെ മകനെ എന്റെ രണ്ട് മക്കളെയും ഓർത്ത് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ആ എന്നാൽ ഈ വാർത്ത വന്നത് മലയാള മനോരമ പോലെ ഒരു പ്രമുഖ ദിനപത്രത്തിലാണ്. ആ അങ്ങനെയെങ്കിൽ ഈ മാധ്യമപ്രവർത്തകർ തിരിച്ചു ചോദിക്കേണ്ടതല്ലേ, താങ്കൾക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുത്തുകൂടെ? അതെ തന്റെ അതെ മകൻ ഇവിടെ ഇല്ല, തന്റെ മകൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്, ക്ലിഫ് ഹൗസിലെ മുറികൾ പോലും അവൻ അറിയില്ല, അങ്ങനെയുള്ള ഒരാളിനെ ഇതിൽ പ്രതി ചേർത്തു എന്ന് പറയുമ്പോൾ, അതും നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ വളരെ വളരെ ലാഘവത്തോടെയാണ് പറഞ്ഞത് എനിക്കിങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന്. അപ്പൊ അതെ അതെ ഇതിലെന്തോ ചീഞ്ഞ് നാറുന്നുണ്ടല്ലോ, എന്താ ചേട്ടായി തോന്നുന്നത്? അല്ല, അത് ചീഞ്ഞു നാറുന്നത് മാത്രമല്ല ശ്രീപദാസ്, അതായത് കേരളത്തിലെ മൊത്തം ജനങ്ങളെ, അതായത് ആലോചനാ ബുദ്ധിയുള്ള മുഴുവൻ മനുഷ്യരെയും ഇരുട്ടിൽ നിർത്തി ഈ നാടകം കളിക്കുകയാണ് വാസ്തവത്തിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്ത് പരിഹസിക്കുകയാണ്, പുച്ഛിക്കുകയാണ് പബ്ലിക്കിനെ. അല്ല, ഇത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അറിയാവുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഇയാളുടെ ഈ കുടുംബം വളരെ കൃത്യമായി കേരളത്തെ മുഴുവൻ തന്നെ പ്ലണ്ടറിംഗ് ലൂട്ടറിങ്ങിന് വിധേയമാക്കുകയാണ്. പിന്നെ വിദേശത്ത് അടക്കം വലിയ നിക്ഷേപങ്ങൾ ഉണ്ട് എന്നുള്ള ഗൗരവമേറിയിരിക്കുന്ന ആരോപണങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ കൃത്യമായി ബോധ്യമായി നിൽക്കവെയാണ് പിന്നെ വെള്ളടി പോലെ മലയാള മനോരമ പത്രത്തിനകത്ത് കഴിഞ്ഞ ദിവസം മെനയാന്ന് ഈ ഒരു വാർത്ത, വളരെ ഗംഭീരമായിട്ടൊരു വാർത്ത വരുന്നത്. ആ വാർത്ത അയാൾ വാർത്താ സമ്മേളനം നടത്തിയിട്ട് നിഷേധിക്കുന്ന ഘട്ടത്തിൽ പോലും അയാൾ പറഞ്ഞത് തന്നെ അത്തരം സാധനം എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അതിനർത്ഥം. ഒരു അർത്ഥമുണ്ട്. എന്താ കാര്യം? അത് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നല്ല അർത്ഥം. അത് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നല്ല അർത്ഥം. എനക്കത് കിട്ടിയിട്ടില്ല എന്നാണ്. എനക്കത് കിട്ടിയിട്ടില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പിന്നെ വെബ്സൈറ്റിനകത്ത് ഈ സാധനം ഇപ്പോഴും കിടക്കുന്നത്? എങ്ങനെയാണ്? അതില്ലാത്തതായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ട് എന്ന് വന്നിരിക്കുന്ന ഒരു വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിലെങ്കിലും ഈ സാധനം പിന്നെ അവിടുന്ന് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് സിൽബന്തി പണിയോ കാര്യസ്ഥ പണിയോ എടുക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഏതെങ്കിലും വക്കീലിന് തുക്കട പൈസയും കൊടുത്തിട്ട് ഈ സാർ റിമൂവ് ചെയ്യുന്ന ഒരു കോടതിയെ സമീപിക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ മറുചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്പേസ് അയാൾ തരുന്നില്ല. അത് തരാതിരിക്കാനാണ് ഈ ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നൊരു മറുപടി പറയുന്നത്. രണ്ടാമത് അയാൾ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വളരെ വിചിത്രമായ സംഭവം എന്താ പറഞ്ഞാൽ, എനിക്ക് എന്റെ മക്കളെ കുറിച്ച് അഭിമാനമാണ് എന്നാണ്. സ്വാഭാവികം, ഏത് അച്ഛനും ഏത് മക്കളെ കുറിച്ചും അഭിമാനം തന്നെയാണ്, അതിനൊന്നും ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞതിനകത്ത് വളരെ കൃത്യമായിരിക്കുന്ന ഒരു ദുഷ്ടനാക്കുമ്പോൾ ഒരു ദുർധ്വനിയുണ്ട് അതിനകത്ത്. ആ ധ്വനി എന്താണ്? ഇതിനർത്ഥം കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ അയാൾക്ക് അപമാനം ഉണ്ടാക്കി തീർത്തു എന്നതാണ് ഒന്ന്. രണ്ട്, ശ്രീമതിയർത്തിയുടെ മകൻ ശ്രീമതിയർത്തിക്ക് അപമാനം ഉണ്ടാക്കി തീർത്തു എന്നുള്ളതാണ് സുധീർ നമ്പ്യാർ. വേറൊരു ഭാഗത്ത് വരുന്നു പിന്നെ പി ജയരാജന്റെ മക്കൾ പി ജയരാജന് അപമാനം ഉണ്ടാക്കി തീർത്തു എന്നാണ്. പി ജയരാജന്റെ മകൻ ഈ പാർട്ടിക്കാർ അയാൾക്ക് അപമാനം ഉണ്ടാക്കി എന്ന് പറഞ്ഞാല് ഇവരെല്ലാരും തന്നെ ആരോപണ വിധേയരായിരിക്കുന്നവരായതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ ഈ രക്ഷിതാക്കൾക്ക്, ഈ പറയുന്ന രക്ഷിതാക്കൾക്കും പാർട്ടി നേതാക്കന്മാർക്കും അപമാനം ഉണ്ടാക്കി തീർത്തപ്പോ എനിക്ക് അഭിമാനമാണ് ഉണ്ടാക്കിയതെന്നാണ് ഇയാൾ ഇപ്പൊ പറഞ്ഞത്. സത്യത്തിൽ എന്താണെന്നറിയോ? പാർട്ടി സെക്രട്ടറി ഗോവിന്ദന്റെ മകനും പാർട്ടി സെക്രട്ടറി എം പി ഗോവിന്ദന്റെ ശ്യാമളയുടെയും മകൻ. ഇത് അപ്പൊ ഇവിടെ വരുന്നൊരു വിഷയം എന്താന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ആദ്യം സംഭവിക്കുന്നത് എന്താണ് ശരിക്ക്? ഈ രണ്ടു മക്കളെയും, അതായത് പിന്നെ മുഖ്യമന്ത്രിയുടെയും ഭാര്യ കമലയുടെയും രണ്ടു മക്കളായിട്ടുള്ള ഈ പെൺകുട്ടിയും ആൺകുട്ടിയും സത്യത്തിൽ എന്താണെന്ന് അറിയാം, ഇവരെ രണ്ടുപേരെയും കള്ളന്മാരും കള്ളത്തിയാക്കുവാണ് ഈ അച്ഛനും അമ്മയും കൂടി ചെയ്തത് കേരള പൊളിറ്റിക്സിൽ, അല്ലെങ്കിൽ കേരളത്തിൽ അവരുടെ നിത്യജീവിതത്തിനകത്ത് കള്ളന്മാരാക്കി രണ്ടുപേരെയും. ഈ രണ്ടുപേരെയും അതായത് കള്ളത്തിയും കള്ളനുമാക്കി മാറ്റിയപ്പോ ഇതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് വാസ്തവത്തിൽ? ആർക്കാണ്? ഈ കുട്ടികൾക്കല്ല. കാരണം കുട്ടികൾക്ക് ഇത് അറിയില്ല. ഇവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ABCD അറിയാത്ത കുട്ടികൾ. ഇത് എത്ര ചെറിയ കുഞ്ഞുനാൾ തൊട്ട് ഇത് അതായത് ലാവ്ലിൻ കേസ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ പിന്നെ ഏതാണ്ട് 10 കൊല്ലം മുമ്പിൽ ആരംഭിച്ച സാധനം ഈ സാധനം. 10 കൊല്ലം മുമ്പിൽ ആരംഭിക്കുന്ന സാധനം ഇത്. 10-15 കൊല്ലങ്ങൾക്ക് മുമ്പിൽ. അപ്പൊ അങ്ങനെ വരുന്ന ഒരു വളരെ ഉണ്ടാക്കുന്നത് ഈ കുട്ടികൾക്കുള്ള പ്രായം എത്രയാണെന്നേരം? എത്രയാണ് ഈ രണ്ട് കുട്ടികൾക്കുള്ള പ്രായം? അതായത് ഈ കുട്ടികളെ ഇതിനകത്ത് വലിച്ചിടുകയും AKG സെന്ററിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് എക്സാലോജിക്കൽ എന്ന കമ്പനി തുടങ്ങാൻ നിർദ്ദേശിച്ചത് ആര്? ഈ കുട്ടിയെ ഇതിനകത്ത് കൊണ്ട് പിന്നെ വലിച്ചിറക്കിയത് ആര്? ഈ അമ്മയാണ്. അതിനകത്ത് അന്നേരം അമ്മയല്ല അച്ഛൻ പറഞ്ഞിരിക്കുന്ന മറുപടി, അച്ഛൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന മറുപടി ഉണ്ട്. അത് എന്റെ ഭാര്യ റിട്ടയർ ചെയ്ത് കിട്ടിയപ്പോൾ കിട്ടിയിരിക്കുന്ന പണം കൊണ്ടാണ് എക്സാലോജി കമ്പനി ബാംഗ്ലൂരിൽ അതിന്റെ ഓഫീസ് തുടങ്ങി എന്ന് പറയുന്ന ഭൂലോക ഉടായ്പും പിടിത്തവും വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അത് കേട്ട് വിഴുങ്ങിപ്പോയിരിക്കുന്ന പത്രക്കാരുള്ള നാടും കൂടിയാണ് കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ രണ്ടു മക്കളെയും വാസ്തവത്തിൽ പിന്നെ കള്ളന്മാരും കള്ളത്തികളുമാക്കി മാറ്റി തീർക്കുന്നതിൽ ഈ രക്ഷിതാക്കളുടെ പങ്ക് നാളെ ഈ കേരളത്തിലെ പൊതുസമൂഹം ചോദ്യം ചെയ്യും. ഒന്ന്. രണ്ടാമത്തെ വിഷയം എന്താണെന്നറിയോ?
ഈ കുട്ടികൾ പറയും ഈ അച്ഛൻ ഇതുപോലുള്ള രക്ഷിതാക്കൾ രക്ഷിതാവ് എന്താണ് ഞങ്ങൾക്ക് അപമാനമാണ് എന്ന് ഈ കുട്ടികൾക്ക് നാളെ പറയേണ്ടി വരും. ഇല്ല എങ്കിൽ ഈ കുട്ടികൾക്ക് നാളെ, അതായത് ഇയാൾ കഥാവശേഷനാവുമല്ലോ കുറച്ച് കഴിയുമ്പോൾ, സ്വാഭാവികമായും കഥാവശേഷനാവും. കഥാവശനായി കഴിഞ്ഞാൽ തെരുവിലൂടെ നടന്നു പോകാൻ ഈ കുട്ടികൾക്ക് പൊതുജനം സമ്മതിക്കില്ല. ഉറപ്പ്, കട്ടായമാണ് ഈ സാധനം. ഞാൻ പറയുന്നത് കട്ടായമാണ്. കാരണം അത്രമേൽ അനീതികൾ, ആഭിചാരങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ട്, ഇയാളുടെ കുടുംബം ചെയ്തിട്ടുണ്ട്. അത് കുട്ടികളുടെ പേരിലേക്കാണ് മുഴുവൻ കെട്ടിയേൽപ്പിക്കപ്പെടുന്നത്. ഇതിന് ശേഷം വരുന്ന കേസുകളായി ഇയാൾ ഉള്ള കാലം വരെ ഈ പറയുന്ന പോലെ BJP-യുടെ സെൻട്രൽ ലീഡർഷിപ്പുമായി പിന്നെ അഡ്ജസ്റ്റ്മെന്റ് നടത്തി തൽക്കാലത്തേക്ക് ഇങ്ങനെ ക്യാപ്റ്റൻ അബ്ബൻസ് ആക്കി നിർത്താം. പക്ഷെ അതിനുശേഷം ഇവർ എന്ത് ചെയ്യും? ഈ പറയുന്ന ഉദയ ഉടായ്പ പറഞ്ഞിട്ട് കേരളത്തിൽ അവർക്ക് നിൽക്കാനുള്ള ഒരു സ്പേസും ഈ കേരള പൊളിറ്റിക്സിനകത്ത് ഉണ്ടാവില്ല. 100% ഉറപ്പാണ്. 100% കട്ടായമാണ് സാധനം. അപ്പൊ അങ്ങനെ വരുമ്പോ രണ്ട് വഴി മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ അവരിവിടുന്ന് കളപ്പെടണം, അല്ലെങ്കിൽ എന്ത് വേണം, ഈ പറയുന്ന രക്ഷിതാക്കൾ ഞങ്ങളെ കുറ്റവാളികളാക്കി തീർക്കാൻ, നമ്മളെ കള്ളനും കള്ളത്തിയുമാക്കി തീർക്കാൻ ബോധപൂർവം ചെയ്തതായിരിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം തിരിച്ചു പറയേണ്ടി വരും. അഥവാ ഈ രക്ഷിതാക്കൾ ഞങ്ങൾക്ക് അപമാനമായിരുന്നു എന്ന് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്ന ക്രൈം ഇവർ ചെയ്യിപ്പിച്ചു എന്നതാണ് ഈ കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യവും രാഷ്ട്രീയവുമായിരിക്കുന്ന ദുരന്തം. ഇതാണ് ഏറ്റവും ഭീകരമായ യാഥാർത്ഥ്യമാണിത്. ഈ യാഥാർത്ഥ്യത്തിലേക്ക് ഇവരെ കൊണ്ടുപോയി ഇടുമ്പോഴാണ് എങ്ങനെയാണ് ഇത്തരം ഒരു തുറുകണ്ടൻ യാഥാർത്ഥ്യത്തിലേക്ക് ഇയാൾ ചെന്ന് പറഞ്ഞ് ഒടുങ്ങാത്ത ആർത്തിയുടെ വിഷയമാണ്. ഈ ഒടുങ്ങാത്ത ആർത്തിയുടെ വിഷയം പിന്നെ സ്വപ്ന സുരേഷ് ചതിയുടെ പത്മവ്യൂഹം എന്ന പേരിൽ അദ്ദേഹം അവരെഴുതിയിട്ടുള്ള പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായി പിന്നെ കമലാ വിജയന്റെ എന്താ പറയുക സ്വർണ്ണത്തോറുണ്ടായിരിക്കുന്ന ആർത്തിയുടെ, പണത്തോറുണ്ടായിരിക്കുന്ന ആക്രാന്തത്തിന്റെ ഹിസ്റ്ററി അവർ വളരെ വ്യക്തമായി 41-42 പേജ് എനിക്ക് ഓർമ്മയില്ല, ആ പേജിനകത്ത് അവർ വളരെ കൃത്യമായിട്ട് അത് വിശദീകരിക്കുന്നുണ്ട്. അതായത് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്താണ് ഒന്നിനോട് ധനത്തോറുണ്ടായിരിക്കുന്ന ആസക്തിയും അത്യാർത്ഥിയുമാണ്. ഈ അത്യാർത്ഥിയും വരുമ്പോ അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് ഈ കുടുംബം എന്റെ കൂടെ ഉറച്ചു നിൽക്കുന്നു എന്ന്. അപ്പൊ ഈ കുടുംബം ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇയാളാക്കി വളർത്തുന്നതിൽ ഒരു പാർട്ടിയെ നശിപ്പിച്ച് നാറാണക്കല്ല് ഉറപ്പിച്ചിരിക്കുന്ന ഒരാൾ ഇയാളാക്കി നിർത്തിയത് ആരാണ്? ഈ കുടുംബമാണോ? ആണോ മിസ്റ്റർ അയ്യപ്പദാസ് ആക്കിയത് ഈ പാർട്ടിയെ തള്ളിപ്പറയുകയാണ്. അല്ല ഒരു കാര്യം ചേട്ടൻ പറഞ്ഞു, ഈ മകളുടെ കമ്പനിയുടെ അഡ്രസ് AK സെന്ററിന്റെ പേരിൽ കൊടുത്തു. അത് ഇവിടെ പാർട്ടിയിൽ ആരും ചോദിക്കാനില്ല, ആരും ചോദിച്ചിട്ടില്ല. ഇല്ല. പിന്നെ ഈ ബാക്കിയുള്ളവരുടെ മക്കളെല്ലാം മോശക്കാരും അയാളുടെ മക്കൾ മാത്രം മിടുക്കരും എന്നും പറഞ്ഞു. അത് പാർട്ടിക്കകത്ത് സംസാരിക്കേണ്ട വിഷയമല്ലേ? അതെ, പാർട്ടിക്കകത്ത് സംസാരിക്കേണ്ട വിഷയമാണ്. ഇന്നലെയും നോക്കി, ഇന്നലെയാണ് വാർത്താ സമ്മേളനം നടത്തുന്നത്. ഇയാൾ എത്ര എന്താ പറയാ വളരെ മയപ്പെടുത്തിയല്ലേ ഇയാൾ ഇന്നലത്തെ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. വളരെ മയപ്പെടുത്തിയല്ലേ വാർത്താ സമ്മേളനം. അതിനകത്ത് എന്താ പറയാ, ഒരു ട്രെയിൻഡ് വക്കീലിന്റെ ക്വാളിറ്റിയിലാണ് അയാൾ ഇന്നലെ സംസാരിച്ചത്. ഒരു ട്രെയിൻഡ് വക്കീൽ എപ്പോഴും എന്തായിരിക്കും? ഒരു നല്ല അഭിനേതാവുമായിരിക്കും. ആ നല്ല അഭിനേതാവാണ്. ഈ അഭിനേതാവാണ് ഇയാൾ ഇവിടെ കാണിച്ചത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഞാനിത് മുന്നേ പറഞ്ഞതാണ്. കോടിയേരി മരിച്ചപ്പോ പിന്നെ ഇവിടെ പയ്യാമ്പലത്ത് കൊണ്ടുപോയി ബോഡി അടക്കം ചെയ്ത സമയത്ത് ഇയാൾ പറയല്ല മുമ്പിൽ ഇയാൾ പോകുന്നുണ്ടല്ലോ, പോയിട്ട് അവിടെ അനുശോചന പൊതുയോഗം തുടങ്ങുന്ന സമയത്ത് ഇയാൾക്ക് സംസാരിക്കാൻ കഴിയാതെ വികാര വിക്ഷുബ്ധനായി കസേരയിൽ ഇരുന്നു പോകുന്ന ഒരു അഭിനയം ഇയാൾ നടത്തിയത്. ഏതൊരാൾക്ക് മനസ്സിലാവുന്നതാണ് ഇയാൾ നടത്തിയ കാപട്യമായ അഭിനയമാണ്. അന്ന് ഞാൻ ചാനൽ ചർച്ചക്കാരിൽ അന്ന് അതേ ദിവസം ഞാൻ പറഞ്ഞതാണ് ഈ വർഷത്തെ ഓസ്കാർ അവാർഡ് ഇയാൾക്ക് കൊടുക്കണമെന്ന് അഭിനയിക്കാൻ. അത്രയും വലിയ അഭിനേതാവായിരുന്നു വാസ്തവത്തിൽ ഇന്നലെ ആൾ ഇവിടെ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വാർത്താ സമ്മേളനത്തെ അയാൾ കാണിച്ചത്. അതിനർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ കേട്ടിരിക്കുന്നയാൾക്ക്, അതായത് വാർത്താ സമ്മേളനം നടത്തേണ്ട ആളുകൾക്കൊന്നും അറിയില്ല. ഞാൻ പറയുന്നത് മാത്രമാണ് ഇത്. പാത്രത്തിൽ ഈ പേനയുന്തികൾ, ഞാൻ പേനയുന്തികൾ എന്ന് വിളിക്കുന്ന ആക്ഷേപം ഞാൻ ഈ പണിയെടുക്കുന്നവരാണ്. പക്ഷേ എങ്കിൽ ഞാൻ പറയാണ്, ഈ പേനയുന്തികളായി നട്ടലില്ലാതായി പോകുന്നവൻ ഈ പണി എടുക്കരുത്. ഇതിനകത്ത് വരുന്ന വളരെ ഗൗരവതരമായിരിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്. ഇത്തരം നട്ടലില്ലാത്ത ആളുകളെ പത്രസ്ഥാപനത്തിനകത്ത് ഇയാളെടുത്തേക്ക് പറഞ്ഞേക്കുന്നേരം പത്രസ്ഥാപനങ്ങളും ഇയാളും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമാണോ ഗൗരവമറിയിക്കുന്ന ചോദ്യങ്ങൾ വരാത്തത് ക്വസ്റ്റ്യൻ കൂടി വരുന്നുണ്ട് അതിനകത്ത്. അല്ലായിരുന്നെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞ് പത്രാഫീസിനകത്ത് നിന്ന് ഉത്തരവാദപ്പെട്ട മേലുദ്യോഗസ്ഥൻ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞേച്ച് അയാൾക്ക് മറുപടി പറഞ്ഞേ പറ്റൂ. ഈ മറുപടി പറയാത്ത രീതിയിലേക്ക് ചോദിക്കാൻ മുൻകൂട്ടി കുറെ ആളുകൾ തീരുമാനിക്കുക. അത് മുഴുവൻ തന്നെ എന്താ PR വർക്കിന്റെ ഭാഗമായി ഇയാളുടെ സിൽബന്ധികളായിരിക്കുന്ന ആളുകൾ ചോദ്യം ചെയ്യാൻ ഏർപ്പാടാക്കുക. ഒരു ഏതാണ്ട് ഒരു 50 മിനിറ്റ് 52 മിനിറ്റ് നേരം ഇയാളുടെ ലാത്തിയും അതിനുശേഷം എന്താന്ന് പറഞ്ഞാൽ 1-2 ആളെ കൊണ്ട് വേറെ അസംബന്ധങ്ങൾ ചോദിപ്പിക്കുകയും ചെയ്ത് ചോദ്യം ചോദിക്കാൻ സമയമില്ല. 1 മണിക്കൂറായി, ശരി നമുക്ക് പിന്നെ കാണാൻ ഇയാൾ എഴുന്നേറ്റ് പോവുകയാണ് ചെയ്ത്. അതായത് കേട്ടിരിക്കുന്ന ആളുകളെയും
കാണുന്ന വ്യൂവേഴ്സ് ഒരുപോലെ പറ്റിക്കുന്ന, അതാണ് ഞാൻ പറഞ്ഞ ആവർത്തിച്ച് പറയാണ്, കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം ഇരുട്ടിലാക്കുന്ന ഒരു പരിപാടിയാണ് വാസ്തവത്തിൽ ഇത്രയും കാണിച്ചത്. അവിടെ കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അധാർമിക പ്രവൃത്തി നടത്തിയിരിക്കുന്ന ഏക രാഷ്ട്രീയത. നിങ്ങളൊന്ന് ആലോചിച്ച് 1957 മുതൽ ഈ പറയുന്ന കാലയളവ് വരെ ഇത്ര നാറിയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ, ഇത്രമാത്രം ആരോപണ വിധേയനായിരിക്കുന്ന ഒരു കുടുംബത്തെ ഏതെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഒരാളെ ശ്രീപദാസിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? രാഷ്ട്രീയമായ വിയോജിപ്പിനോട് ഒരുപാട് എതിർപ്പുള്ളവരുണ്ട്. പക്ഷെ ഇതുപോലെ തീവട്ടിക്കൊള്ള നടത്തിയിട്ടുള്ളത്, പിന്നെ നുണ മാത്രം പറയുന്ന, നുണ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഷയാക്കി മാറ്റിയിട്ടുള്ള ഇത്ര മോശപ്പെട്ടിരിക്കുന്ന ഒരാൾ ഇതുവരെ നിങ്ങൾ കേരളത്തിൽ ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടില്ല. അതേ പറയാം, അത്രയും മോശമായ രീതിയിലുള്ള ഒരു സംവിധാനത്തിൽ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ ഇതിനർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ കുട്ടികൾക്ക് നാളെ കേരളത്തിൽ ജീവിക്കണമെങ്കിൽ അവർ ഒന്ന് പറഞ്ഞേ മതിയാവുകയുള്ളൂ. ഈ രക്ഷിതാക്കൾ ചേർന്ന് ഞങ്ങളെ വാസ്തവത്തിൽ ഇതിനകത്ത് കൊണ്ടുപോയി വലിച്ചെടുക്കുകയായിരുന്നു. അയാൾ ഇപ്പൊ പറയുന്ന ന്യായമുണ്ടല്ലോ, ഡിഫോഴ്സിന്റെ മുറിയുടെ എണ്ണം പോലും അറിയില്ല ആ കുട്ടിക്ക് എന്നുള്ളത് അല്ലേ? സ്വാഭാവികമായും അങ്ങനെ പറയാവുന്നതാണ്. കാരണം ആ വിദ്വാൻ ഈ പറയുന്ന കേരളത്തിനകത്ത് വളരെ ചുരുങ്ങിയ കാലയളവ് മാത്രമേ അവരോട് ഉണ്ടായിട്ടുള്ളൂ. എന്തുകൊണ്ട് ഇവൻ പുറത്തു നിൽക്കുന്നു എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഒരു ഉത്തരം പറയുമ്പോൾ എന്നറിയാം, ഒരാളെ പറ്റിക്കാൻ ഉത്തരം പറയുമ്പോൾ അതിനകത്ത് 100 ചോദ്യങ്ങൾ വരും. അവിടെ എന്ത് ജോലിയാണ് ഇവൻ അവിടെ ചെയ്യുന്നത്? ഏത് ബാങ്കിങ് മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രാവീണ്യത്തിന്റെ മേലെയാണ് ഈ കുട്ടി അവിടെ ഒരു വലിയ സ്ഥാപനം നടത്തുന്നത്? അതിന്റെ ഭാഗമായി തന്നെയാണ് സുപ്രീം സുരേഷ് ഉന്നയിച്ചിരിക്കുന്ന ഗൗരവമായ ആരോപണമുണ്ട്. പിന്നെ ഗൾഫ് മേഖലയിൽ ഒരു സ്റ്റാർ ഹോട്ടൽ വാങ്ങാൻ മുഖ്യമന്ത്രി തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു ആരോപണം, കോൺസുലേറ്റിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന ആരോപണവും കൂടി സുപ്രീം സുരേഷ് ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ ഏതോ പത്രത്തിൽ ഞാൻ വായിച്ചതാണ് സാധനം. അപ്പൊ ഇതിനൊക്കെ വരാവുന്ന പണം എവിടെ നിന്നാണ് ഒരു സ്റ്റാർ ഹോട്ടൽ വാങ്ങാൻ? ഗൾഫ് പണിയെടുത്ത് സ്റ്റാർ ഹോട്ടൽ വാങ്ങിക്കാൻ ഇവിടെ അറിയാൻ ഞാൻ ചോദിക്കുന്നതാണ്, അറിവില്ല അതുകൊണ്ട് ചോദിക്കുന്നതാണ് ഞാൻ. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിന് വരാമുണ്ടായിരിക്കുന്ന തുകകൾ ഉണ്ടാക്കി തീർക്കുന്നത് മുഴുവൻ തന്നെ ഈ നാട്ടിനകത്തെ അധാർമികമായിരിക്കുന്ന പ്രവൃത്തികൾ നടത്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പണമാണ്. ഈ അധാർമികമായിരിക്കുന്ന പണം മുഴുവൻ ആരെ പേരിലേക്കാക്കി മാറ്റുകയാണ്. ഈ കുട്ടികൾ അറിഞ്ഞോ അറിയാതെയോ എന്നതിനെക്കുറിച്ച് നമുക്ക് സ്ഥിരീകരണങ്ങളില്ല. പക്ഷെ അങ്ങനെയാണ് എന്നുള്ള ആരോപണത്തിന്റെ പെരുമഴയാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ആരോപണം വന്നില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഒരു ഇഡിയുടെ നോട്ടീസ് വരുന്നത്? ഇഡിയുടെ നോട്ടീസ് എങ്ങനെ വരുന്നു? ഈ ഇഡിയുടെ നോട്ടീസ് വരുന്നതെന്ന് പറഞ്ഞാൽ ആ നോട്ടീസ് പോലും തൽക്കാലത്തേക്ക് മരവിപ്പിച്ച് നിർത്താൻ മാത്രം ഉണ്ടായിരിക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാവുന്നു. ഈ ബന്ധങ്ങൾ ഉണ്ടാവുമ്പോ നമ്മുടെ ഡൽഹിയിലെ പഴയ മുഖ്യമന്ത്രിയായിരിക്കുന്നവർ തൊട്ട് ഇവിടെ കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രിയായിരിക്കുന്ന DK ശിവകുമാറിനെ വരെ ചോദ്യം ചെയ്യാനും കസ്റ്റഡി എടുക്കാനും ജയിലിലടക്കാനും താല്പര്യം കാണിക്കുന്ന ഇഡിക്ക് ഈ ഭാഗത്തേക്ക് വരാൻ കഴിയാതെ മുട്ടുപറക്കുന്നതിന്റെ വിഷയം എന്താണ് വിഷയം? അവിടെ സത്യത്തിൽ എന്താണെന്നറിയോ? ഇവിടെ കബളിപ്പിക്കുകയും പറ്റിക്കുകയും ചെയ്ത് ഇരുട്ട് നിർത്തുന്നത് മാത്രമല്ല, രാഷ്ട്രീയമായിട്ട് അന്തർനാടകം നടത്തുന്നകത്ത് പോലും പൊതുജനങ്ങളെ ഇരുട്ടിൽ നിർത്തി നടത്തുന്ന ഗൂഢവാദമാണ് വാസ്തവത്തിൽ ഈ മുഖ്യമന്ത്രിയും ഇവരെ സഹായിക്കുന്ന കേന്ദ്ര ബന്ധങ്ങളും തമ്മിൽ ഇയാൾ വളരെ ഭംഗിയായി ആടി തീർക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരത്തിലുണ്ടായിരിക്കുന്ന വിഷയമാണ് വാസ്തവത്തിൽ കേരളത്തിൽ വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം.